Hello students, നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡി എൻ എ ആണ്. നമുക്കറിയാം നമ്മൾ നോർമലി കാണുന്ന ഡി എൻ എ എന്ന് പറയുന്നത് ബി ഡി എൻ എ ആണ്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് മെറ്റബോളിക് കണ്ടീഷൻസിൽ നമ്മൾ ഈ കാണുന്ന ഡി എൻ എ എന്ന് പറയുന്നത് പല കൺഫർമേഷണൽ സ്റ്റേറ്റിലേക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ പല കൺഫർമേഷണൽ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഡി എൻ എനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഡി എൻ എ. അപ്പം അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ബി ഡി എൻ എ ഡി എൻ എ ആൻഡ് സെഡ് ഡി എൻ എ. ഇതിൽ ബി ഡി എൻ എ ആണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് ഡി എൻ എ എന്ന് പറയുന്ന നോർമൽ ഫിസിയോളജിക്കൽ പി എച്ചിൽ കാണുന്ന ഡി എൻ എ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഓക്കെ, നമുക്കറിയാം ഡി എൻ എ എന്ന് പറയുന്നത് ഇറ്റ്സ് ഹൈലി ഫ്ലെക്സിബിൾ മോളിക്യൂൾ. Okay, so DNA is a highly flexible molecule and in several instances it will exhibit significant deviation from typical Watson and Crick structure. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വാട്സൺ ആൻഡ് ക്രിക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് നോർമൽ ഡി എൻ എ ബി ഡി എൻ എ ആണ്. അപ്പം അതിൽ നിന്നും പല വേരിയേഷൻസ് ഡീവിയേഷൻസ് കാണിക്കും പല സിറ്റുവേഷൻസിലും. Okay, these structural variations do not normally affect the base ratio, complementarity in the base pairing and the anti-parallel polarity of companion strands. അതായത് ഡി എൻ എയുടെ ബേസിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ദ ബേസ് റേഷ്യോ, ദ പ്യൂരിൻ പിരമിഡിൻ റേഷ്യോ, അല്ലെങ്കിൽ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു, അതുപോലെ തന്നെ തൈമിൻ അഡിനിനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു. അഡിനിനും തൈമിനും തമ്മിലുള്ള റേഷ്യോ വിത്ത് റെസ്പെക്ട് ടു ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ അത് മാറില്ല. ഗ്വാനിൻ അഡിനിൻ അതുപോലെ തന്നെ തൈമിൻ സൈറ്റോസിനുമായിട്ടുള്ള റേഷ്യോ അതും മാറാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അതിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. ഓക്കെ, കോംപ്ലിമെന്റാരിറ്റി അതിൽ മാറ്റമില്ല. ബേസ് ഏതൊക്കെ ഉണ്ട് അതിലൊന്നും യാതൊരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ ഒരു ഡി എൻ എയുടെ ആന്റി പാരലൽ പൊളാരിറ്റി, നമുക്കറിയാം ഡി എൻ എയിൽ 2 സ്ട്രാൻഡ് ഉണ്ട്. ആ 2 സ്ട്രാൻഡിൽ ഒന്ന് 5' to 3' ആണ്, അടുത്തത് 3' to 5' ആണ്. ഈ പറയുന്ന ആന്റി പാരലൽ പൊളാരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കും യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ അതിനപ്പുറത്തേക്ക് 2 ഡി എൻ എ ബേസ് പേഴ്സുകൾ തമ്മിൽ ഡിസ്റ്റൻസ് മാറുക, അതുപോലെ തന്നെ 2 സ്ട്രാൻഡുകൾ തമ്മിലുള്ള സെപ്പറേഷൻ ഡിസ്റ്റൻസ് മാറുക, എന്ന് വെച്ചാൽ ഹെലിക്കൽ ഡയമീറ്റർ മാറുക, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിലായിരിക്കും ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡി എൻ എ ചേഞ്ചസ് കാണിക്കുന്നത്. അല്ലാതെ ഒരു ഡി എൻ എയുടെ ബേസിക് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ബേസ് റേഷ്യോയിലോ കോംപ്ലിമെന്റാരിറ്റി ബേസ് പെയറിംഗിലോ ആന്റി പാരലൽ പൊളാരിറ്റിയിലോ ഒന്നും തന്നെ യാതൊരു എഫക്റ്റും ഉണ്ടാവില്ല. ഓക്കെ, അതെല്ലാം കോമൺ ആയിട്ടുള്ള ആ ഫീച്ചറിൽ തന്നെ നിലനിന്ന് പോകും. ഓൾസോ ദേ പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡി എൻ എ മെറ്റബോളിസം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡി എൻ എ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഡിഫറെന്റ് കണ്ടീഷൻസ്, ഫിസിയോളജിക്കൽ കണ്ടീഷൻസിലും അതുപോലെ തന്നെ ഡിഫറെന്റ് മെറ്റബോളിക് സിറ്റുവേഷൻസിലും ആയിരിക്കും. So in general, they preferentially appear at sites where important events in DNA metabolism such as DNA metabolism എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, റീകോമ്പിനേഷൻ അങ്ങനെയുള്ള പ്രോസസ്സുകളെയാണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് എൻസൈംസ് ആക്ടിവിറ്റിയും. അപ്പം ഇങ്ങനെയുള്ള ഇവന്റുകളിലാണ് ഈ പറയുന്ന ഡിഫറെന്റ് ഫോംസ് ഓഫ് ഡി എൻ എ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. നൗ നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടന്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 3 മാർക്കിന് ചോദിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് ടേബിൾ കൊടുത്ത് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ഞാൻ ഈ പറഞ്ഞത് കൊടുത്താൽ മതി. അതിനപ്പുറത്തേക്ക് 5 മാർക്കിനാ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ബി ഡി എൻ എയുടെ കോമൺ സ്ട്രക്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് പിന്നെ എ ഡി എൻ എ, ബി ഡി എൻ എ, സെഡ് ഡി എൻ എ കമ്പയർ ചെയ്താൽ മതി. നമുക്ക് ഈ 3 കമ്പാരിസൺ ഒന്ന് നോക്കാം. കാരണം ബി ഡി എൻ എയുടെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ബി ഡി എൻ എയുടെ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത്. എന്ന് വെച്ചാൽ വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് ഡി എൻ എ അത് ബ്രീഫായിട്ട് പറഞ്ഞതിന് ശേഷമായിരിക്കണം ഈ പറയുന്ന കമ്പാരിസൺ പറയേണ്ടത് ഇഫ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ ദി 5 മാർക്ക് ക്വസ്റ്റ്യൻ. അതർവൈസ് 3 മാർക്ക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഈ പറയുന്ന ടേബിൾ വരച്ച് അത് കമ്പയർ ചെയ്താൽ മാത്രം മതി, യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. നൗ നമ്മൾ ഡിഫറെന്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട 3 ഡി എൻ എ ഞാൻ പറഞ്ഞു. എ ഡി എൻ എയും ബി ഡി എൻ എയും സെഡ് ഡി എൻ എ ആണ്. ആബ്സ് എന്ന് നമ്മൾ ഓർത്താൽ മതി. ഓക്കെ, അതിൽ മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡയറക്ഷൻ ഓഫ് ഹെലിക്സ് ആണ്. അത് ലെഫ്റ്റ് ഹാൻഡഡ് ആണോ റൈറ്റ് ഹാൻഡഡ് ആണോ എന്ന് നമ്മൾ നോക്കും. രണ്ടാമത്തത് റെസിഡ്യൂ പെർ ഹെലിക്കൽ ടേൺ ആണ്. ഒരു കംപ്ലീറ്റ് ടേൺ, അതായത് ഈ പറയുന്ന ഹെലിക്സ് ഒരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസ്
എത്രമാത്രം ന്യൂക്ലിയോടൈഡിനെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത്. അതാണ് റെസിഡ്യൂ പെർ ഹെലിക്കൽ ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ അല്ലെ, ഈ കംപ്ലീറ്റ് സെഗ്മെന്റ് ഇവിടം തൊട്ട് ഇവിടം വരെ എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് 360 റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു ഹെലിക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റീജിയനിൽ എത്ര ന്യൂക്ലിയോടൈഡ് കാണും, അതാണ് റെസിഡ്യൂ പെർ ഹെലിക്കൽ ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ ആക്സിയൽ റേസ് പെർ റെസിഡ്യൂ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒന്നിന് മുകളിലായിട്ടാണ് കാണുന്നത്. അപ്പം ഈ രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ള ഈ പറയുന്ന വാല്യൂ, അതാണ് ആക്സിയൽ റൈസ് പെർ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പൊ റൈസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ന്യൂക്ലിയോടൈഡ് ഇൻ എ സ്ട്രാൻഡ്, അതിനെയാണ് റൈസ് എന്ന് വിളിക്കുന്നത്. നൗ റെസിഡ്യൂ പെർ ഹെലിക്കൽ ടേൺ നമ്മൾ പറഞ്ഞു. നൗ റൊട്ടേഷൻ പെർ ടേൺ, ഒരു ടേൺ അതായത് ഒരു കംപ്ലീറ്റ് ടേൺ വരുമ്പോൾ അത് ഇൻഡിവിജ്വൽ ന്യൂക്ലിയോടൈഡ്സ് എത്രമാത്രം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് റൊട്ടേഷൻ പെർ ടേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് ഹെലിക്കൽ ടേണിൽ എത്ര റെസിഡ്യൂ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ആ റെസിഡ്യൂ ഉൾക്കൊള്ളുന്ന DNA പാർട്ടിന്റെ ലെങ്തിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു കംപ്ലീറ്റ് ടേൺ വരാൻ വേണ്ടിയിട്ട് എത്രമാത്രം DNA ലെങ്ത് ഉണ്ട് എന്ന് വെച്ചാൽ ഈ പറയുന്നതാണ് കംപ്ലീറ്റ് ടേൺ എന്നുള്ളത് നമ്മൾ നേരെ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പം ഈ പറയുന്ന ലെങ്ത് അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയാം. ഓക്കെ, പിച്ച്. നേരത്തെ ഇൻഡിവിജ്വൽ ഡിസ്റ്റൻസിന് നമ്മൾ റൈസ് എന്ന് പറഞ്ഞു, ഇത് നമ്മൾ പിച്ച് എന്ന് പറയുന്നു, പിച്ച് ഓഫ് ദ ഹെലിക്സ്. ദെൻ ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ്. ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന DNA മുകളിൽ നിന്നോ ഇവിടുന്ന് താഴോട്ട് നോക്കുകയാണ്, അല്ലെങ്കിൽ താഴെ നിന്നും മുകളിലേക്ക് നോക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും, ദിസ് DNA വിൽ ഹാവ് ആൻ അപ്പിയറൻസ് ലൈക്ക് ദിസ് അല്ലെ. ഓരോന്നിനും ഈ ഒരു അപ്പിയറൻസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരു സർക്കുലർ അപ്പിയറൻസ് ഉണ്ടാവും. അപ്പൊ സർക്കുലർ അപ്പിയറൻസ് ഉണ്ടാകുമ്പോൾ ഇതിനൊരു ഡയമീറ്റർ ഉണ്ടാവും അല്ലെ. ഈ ഡയമീറ്ററിനെയാണ് ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണ് വേരി ചെയ്യുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് DNA. നൗ ദ വിഡ്ത്ത് ഓഫ് ദ DNA. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ പറയുന്നത്. അപ്പം ഈ മൂന്നെണ്ണം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാൻ വേണ്ടി പറ്റുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA എന്ന് പറയുന്നത് BDNA വലിച്ചു നീട്ടിയ ഒരു DNA ആണ് എന്ന്. നമ്മൾ DNA ഇങ്ങനെ പിടിച്ച് വലിക്കുന്നു. അപ്പൊ അങ്ങനെ വലിക്കല്ല, അമർത്തുമ്പോൾ എന്താണോ DNA കിട്ടുന്നത്, DNA വരുന്നത്, അപ്പം അതാണ് ADNA എന്ന് പറയുന്നത്. അപ്പം BDNA ഒന്ന് അമർത്തി കഴിഞ്ഞാൽ, ഒന്ന് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ADNA എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ADNA ഈസ് ആക്ച്വലി കംപ്രസ്ഡ് ഫോം ഓഫ് BDNA എന്ന് പറയാം. നൗ അത് കഴിഞ്ഞിട്ട് ZDNA ആണ് വരുന്നത്. ZDNA എന്ന് പറയുന്നത് വലിച്ചു നീട്ടിയ DNA ആണ്. വലിച്ചു നീട്ടിയ DNA ആണ്, അത് BDNA നമ്മൾ ZDNA എന്ന് പറയുന്നത്. വലിച്ചു നീട്ടിയതാണ്, ഇലോങ്ങേറ്റഡ് ഫോം ഓഫ് ദി BDNA ആണ് ZDNA എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്കും അതിന് പ്രോപ്പർട്ടീസുകൾ ഉണ്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ കാര്യങ്ങളൊന്ന് നോക്കാം. അടിച്ചു പരത്തിയത് എന്താണ്, ADNA ആണ്, വലിച്ചു നീട്ടിയത് ZDNA ആണ്. ഇനി നമുക്ക് കമ്പാരിറ്റീവ് അക്കൗണ്ട് എടുക്കാം. നോർമലി ഈ BDNA എന്ന് പറയുന്നത് ഹൈ ഹ്യൂമിഡിറ്റി ഉള്ള ഒരു സെഗ്മെന്റിലാണ് കാണുക. ഹൈ ഹ്യൂമിഡിറ്റിയിലാണ് BDNA കാണുക. അതുപോലെ തന്നെ ZDNA കാണുന്നത് ലോ ഹ്യൂമിഡിറ്റിയിലായിരിക്കും. അതൊന്ന് ഓർമ്മിക്കണം, ഹ്യൂമിഡിറ്റി. അപ്പം ലോ ഹ്യൂമിഡിറ്റിയിലാണ് ZDNA കാണുന്നത്, ഹൈ ഹ്യൂമിഡിറ്റിയിലാണ് BDNA കാണുക. അതിനപ്പുറത്തേക്ക് നമുക്ക് കമ്പാരിറ്റീവ് അക്കൗണ്ട് എടുക്കാം. ഡയറക്ഷൻ ഓഫ് ദ ഹെലിക്സ് നോക്കുകയാണെങ്കിൽ ADNAയിലും BDNAയിലും ഇറ്റ് വിൽ ബി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ്. ADNA എടുക്കുകയാണെങ്കിലും BDNA എടുക്കുകയാണെങ്കിലും അത് റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആയിരിക്കും. ഇനി ZDNA എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ്. ZDNA എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ആയിരിക്കും. ADNA BDNA റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആയിരിക്കും. യു ക്യാൻ സീ ദി ആരോ മാർക്ക് ഹിയർ. ഇതിന് ലെഫ്റ്റ് ഹാൻഡഡ് അപ്പിയറൻസ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു ഐഡിയ നമ്മൾ പറയേണ്ടതുണ്ട് അവിടെ. ലെഫ്റ്റ് ഹാൻഡ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ അറിയാം. നമ്മൾക്ക് DNAയുടെ സ്ട്രക്ചർ വരച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെ, ഒരു റൈബോ ഷുഗർ അവിടെ ഉണ്ടായിരുന്നു. റൈബോ ഷുഗറിന്റെ ഫസ്റ്റ് കാർബണിലേക്കാണ് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഗുവാനിനോ സൈറ്റോസിനോ എന്തോ ആയിക്കോട്ടെ. ഈ ബോണ്ടിനെ നമ്മൾ എന്ത് വിളിച്ചു, N ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് വിളിച്ചു. ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ N ഗ്ലൈക്കോസിഡിക് ബോണ്ടിന് രണ്ട് കൺഫർമേഷണൽ സ്റ്റേറ്റ് ആണുള്ളത്. ഒന്ന് ആന്റി കൺഫർമേഷൻ ആണ്, ആന്റി, ആൻഡ് ദ അതർ വൺ ഈസ് ദി സിൻ കൺഫർമേഷൻ. ആന്റി കൺഫർമേഷനും സിൻ കൺഫർമേഷനും ANTI ആൻഡ് ദെൻ സിൻ കൺഫർമേഷൻ. നോർമലി റൈറ്റ് ഹാൻഡഡ് ഹെലിക്സ് ആവുമ്പോൾ ഈ പറയുന്ന N ഗ്ലൈക്കോസിഡിക് ബോണ്ട് പ്യൂരിൻസിന്റെ കേസിലും പിരമിഡിൻസിന്റെ കേസിലും ഇറ്റ് വിൽ ബി ഇൻ ആന്റി കൺഫർമേഷൻ. ഇപ്പൊ റൈറ്റ് ഹാൻഡഡ് ഹെലിക്സിൽ
ഗ്ലൈക്കോസിഡിക് ബോണ്ട് എന്ന് പറയുന്നത് ആന്റി കൺഫർമേഷനിലായിരിക്കും. ദ ഷുഗർ വിച്ച് ക്യാൻ ബോണ്ട് വിത്ത് പ്യൂരിൻ ഓർ പിരമിഡിൻ, രണ്ട് കേസിലും എന്താണ് ആന്റി കൺഫർമേഷനിലായിരിക്കും ഉണ്ടാവുക. അതാണ് റൈറ്റ് ഹാൻഡഡ് ഹെലിക്സിന്റെ ഫോർമേഷന് സഹായിക്കുന്നത്. നൗ യു ക്യാൻ ഫൈൻഡ് ലെഫ്റ്റ് ഹാൻഡഡിന്റെ കേസിൽ with purine it will be in syn conformation, and with pyrimidine it will be in anti conformation. അപ്പം പ്യൂരിൻ എന്ത് ചെയ്യുന്നു, ഗുവാനിൻ അതുപോലെ തന്നെ അഡെനിൻ എന്ന് പറയുന്നത് that will be forming a syn conformation with regard to the N-glycosidic bond by which it can attach to the sugar molecule, and the pyrimidines will be in anti conformation. The anti-conformation. That means the thymine and cytosine will be in anti-conformation with regard to the N-glycosidic bond by which it is forming a bond with the sugar. അപ്പം അങ്ങനെയുള്ള രണ്ട് കൺഫർമേഷണൽ സ്റ്റേറ്റ് ആണ് ആക്ച്വലി ZDNAക്ക് ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സിന്റെ ഫോർമേഷൻ കൊടുക്കുന്നത്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സ് ആയിട്ട് അതിനെ മാറ്റുന്നത്. റൈറ്റ് ഓഫ് ഡയറക്ഷൻ ഓഫ് ദി ഹെലിക്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ആവാൻ കാരണം ഈ പറയുന്ന പ്യൂരിന്റെ സിന്നും പിരമിഡിന്റെ ആന്റി എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. അതേസമയം റൈറ്റിലാണെങ്കിൽ ഇത് രണ്ടും ആന്റി കൺഫർമേഷനിലായിരിക്കും ഉണ്ടാവുക, പ്യൂരിൻ ആയാലും പിരമിഡിൻ ആയാലും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനപ്പുറത്തേക്ക് ZDNA ഈ പേര് വരാൻ കാരണം ഇതിന്റെ സിഗ്സാഗ് അപ്പിയറൻസ് ആണ്. സിഗ്സാഗ് നോർമലി നമ്മൾ DNA വരയ്ക്കുമ്പോഴല്ലേ ഇങ്ങനെയാണ് വരയ്ക്കുക, ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പം ഈ ഒരു കൺഫർമേഷൻ ഉണ്ടാവും. പക്ഷേ ZDNA എടുക്കുകയാണെങ്കിൽ യു വിൽ ഫൈൻഡ് ലൈക്ക് ദിസ്, ഇങ്ങനെ ഉണ്ടാവും. ഓരോ സ്ട്രാൻഡിന്റെ കേസിലും ഇറ്റ് വിൽ ഹാവ് എ സിഗ്സാഗ് പാറ്റേൺ. ഓക്കെ, സോ ഇങ്ങനെ വരും. അപ്പം ഈ സിഗ്സാഗ് പാറ്റേൺ കൊടുക്കുന്നത് ആരാണ്? ഇറ്റ്സ് സിംപ്ലി ദീസ് കൺഫർമേഷണൽ ഡിഫറൻസസ്. പ്യൂരിൻ സിന്ന് പോകുന്നതും പിരമിഡിൻ ആന്റി പോകുന്നതുമാണ്, ആന്റി കൺഫർമേഷനിലേക്ക് പോകുന്നതുമാണ് ഈ സിഗ്സാഗ് പാറ്റേൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം. അപ്പൊ നമ്മൾ ഇത് നോക്കിയാൽ മതി. BDNA നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ പോയി ഇങ്ങനെയാ വരുന്നത്. ഈ സിഗ്സാഗ് പാറ്റേൺ കാണുന്നത്. ഈ സിഗ്സാഗ് പാറ്റേൺ കൊടുക്കുന്നതും ആരാണ്? The conformational difference in the N-glycosidic bond, because purine will be forming a syn conformation N-glycosidic bond with the sugar, and pyrimidine will be forming an anti-conformation N-glycosidic bond with the sugar. അപ്പം ആ ഒരു ഡിഫറൻസ് രണ്ടെണ്ണത്തിന് കാരണമാകുന്നുണ്ട്. ഒന്ന് ലെഫ്റ്റ് ഹാൻഡഡ് ഹെലിക്സിന്റെ ഫോർമേഷനും അതുപോലെ തന്നെ സിഗ്സാഗ് അപ്പിയറൻസ് ഓഫ് ദി സിംഗിൾ ഹെലിക്സ്. ഓക്കെ, സിംഗിൾ സ്ട്രാൻഡ്. അതാണ് ZDNA എന്ന് പറയുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചേക്കണം. നൗ റെസിഡ്യൂ പെർ ടേൺ. ഒരു കംപ്ലീറ്റ് ടേൺ എടുക്കുകയാണെങ്കിൽ എത്ര റെസിഡ്യൂ ഉണ്ടാവും, എത്ര ന്യൂക്ലിയോടൈഡ് ആ കംപ്ലീറ്റ് ടേണിൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ADNAയുടെ കേസിൽ 11 ആണ് ഉണ്ടാവുക. BDNAയുടെ കേസിൽ അത് 10.4 ആണ്. ZDNAയുടെ കേസിൽ അത് 12 ആണ്. ഓക്കെ, 12, 10.4, 11, 10.5. ഈ നമ്പർ എന്ന് പറയുന്നത്, ഈ നമ്പറും ഈ ഡയമീറ്ററും ഒക്കെ ഈ ലെങ്ത്തും ഒക്കെ റൈസും ഒക്കെ ചെറിയ വേരിയേഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക്. ഈവൻ നമ്മൾ ഡിഫറെന്റ് റെഫറൻസ് ബുക്കുകൾ നോക്കുകയാണെങ്കിലും യു വിൽ ഫൈൻഡ് ഡിഫറൻസസ്. ബിക്കോസ് സം ടെക്സ്റ്റ് ബുക്ക് യു ക്യാൻ ഫൈൻഡ്, സം റെഫറൻസ് ബുക്ക് യു ക്യാൻ ഫൈൻഡ് 3.37 instead of 3.4, or in some others you will find 3.32 instead of 3.4. ഡിപ്പെൻസ്. നമ്മൾ കോമൺ ആയിട്ട് അത് 3.4 ആയിട്ട് കണക്കാക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, നൗ ആക്സിയൽ റൈസ് പെർ ടേൺ. ഞാൻ പറഞ്ഞു എന്താണ് ADNA എന്ന് പറഞ്ഞത് അടിച്ച് പരത്തിയ DNA ആണ്, അല്ലെ? കംപ്രസ്ഡ് ഫോം ഓഫ് DNA ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ലെങ്ത്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 DNA എന്ന് പറയുന്നത് എത്രയായിരിക്കും? വളരെ കുറവായിരിക്കും. അപ്പം 2.3 ആങ്സ്ട്രോങ് മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ? ADNAയുടെ കേസിൽ റൈസിന് ഉണ്ടാവുള്ളൂ. അതേസമയം BDNA എന്ന് പറയുന്നത് 3.4 ആണ്. ഞാൻ പറഞ്ഞതുപോലെ 3.32 എന്നും 3.37 എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ZDNA ആണ് ഞാൻ പറഞ്ഞു വലിച്ചു നീട്ടിയതാണ്. വലിച്ചു നീട്ടുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ ഡിസ്റ്റൻസ് കൂടും, അല്ലെ? അപ്പൊ അതുകൊണ്ട് 3.8 ആങ്സ്ട്രോം ആണ് ഇൻ കേസ് ഓഫ് ദ ZDNA റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റൊട്ടേഷൻ പെർ ടേൺ എന്ന് പറയുന്നത് ഡിഗ്രി 33 ഡിഗ്രി, 36 ഡിഗ്രി, അതുപോലെ തന്നെ -30. ഇതെന്തുകൊണ്ടാണ് മൈനസ് ആവുന്നത്? ഇത് ലെഫ്റ്റ് ഹാൻഡഡ് ആണ്, ഇത് രണ്ടും റൈറ്റ് ഹാൻഡഡ് ആണ്. ഓക്കെ, നൗ പിച്ച് എന്ന് പറയുന്നത്, പിച്ച് ഞാൻ പറഞ്ഞു ദ ലെങ്ത് ഓഫ് എ കംപ്ലീറ്റ് ടേൺ. ലെങ്ത് ഓഫ് എ കംപ്ലീറ്റ് ടേൺ എന്ന് പറയുന്നത് സിംപ്ലി എന്തായിരിക്കും? എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് അതിനെ, രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ട് അതിനെ കൊണ്ട് ഗുണിച്ചത്. ഓക്കെ, സോ നമ്പർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് പെർ ടേൺ ഇൻറ്റു
the distance between two nucleotides, that means the rise, അതായിരിക്കും ആ വാല്യൂ ആയിരിക്കും എന്ത് പിച്ച് എന്ന് പറയുന്നത്. സോ യു ക്യാൻ ഫൈൻഡ് എ പിച്ച് വാല്യൂ ഓഫ് 25.3. എങ്ങനെയാ 25.3 എന്ന് പറയുന്നത്? 11 ന്യൂക്ലിയോടൈഡ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. 2.3 ആങ്സ്ട്രോം ആണ് അവിടെ എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൈസ് എന്ന് പറയുന്നത്. അപ്പൊ 11 into 2.3 യു വിൽ ഫൈൻഡ് അല്ലെ 23 പ്ലസ് 2.3 എത്രയായിരിക്കും? 25.3. ഇങ്ങനെയാണ് പിച്ച് വാല്യൂ കാണുന്നത്. ഈ രണ്ടും അറിയുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ദ പിച്ച് വാല്യൂ ഓൾസോ. ഓക്കെ, എത്ര ന്യൂക്ലിയോടൈഡ് ഉണ്ട് എന്ന് അറിയുകയും രണ്ട് ന്യൂക്ലിയോടൈഡുകൾ തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്ന് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ. സോ 25.3 ആങ്സ്ട്രോം ആണ് ADNA കേസിൽ പിച്ച് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി 35.4. നമ്മൾ നോർമലി പഠിച്ചത് എത്രയായിരുന്നു? 34 ആയിരുന്നു. പക്ഷേ ഈ 10.4 എന്നുള്ള കൺസെപ്റ്റ് ആ സമയത്ത് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ 10.4 അല്ലെങ്കിൽ 10.5 എന്ന കൺസെപ്റ്റ് വന്നപ്പോൾ ആ വാല്യൂ മാറിയതാണ്. അപ്പൊ ചെറിയ ചെറിയ വേരിയേഷൻസ് കാണുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ 35.4 ആങ്സ്ട്രോം ആണ് BDNA കേസിൽ പിച്ച് വാല്യൂ എന്ന് പറയുന്നത്. അതേസമയം തന്നെ ZDNA കേസിൽ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി കേട്ടോ. 12 into 3.8. സോ 45.6 ആങ്സ്ട്രോം ആണ് ആര് ZDNA കേസിലുള്ള പിച്ച് വാല്യൂ എന്ന് പറയുന്നത്. നൗ ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ്. ഡയമീറ്റർ ഓഫ് ദ ഹെലിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ. BDNA, ADNA, ZDNA അല്ലെ. ADNA കേസിൽ നോക്കിയേ, ഈ നടുക്കൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഇല്ല എന്ന് തന്നെ പറയാം. അതേസമയം BDNA കേസിൽ, ADNA കേസിലാണെങ്കിൽ ഈ ഗ്യാപ്പും കൂടെ വരുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടെ കോമ്പാക്ട് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും ഡയമീറ്റർ ഏറ്റവും കൂടുതൽ ADNA-ക്കായിരിക്കും, ഏറ്റവും കുറവ് ZDNA-ക്കായിരിക്കും. മീഡിയം റേഞ്ച് ഓഫ് ഡയമീറ്റർ ആണ് BDNA കേസിൽ ഉണ്ടാവുക. Okay, so diameter of the helix will be 25.5 angstrom in case of the ADNA, and it will be 20 angstrom in case of the BDNA, and it is least, that is 8.4 angstrom in case of the ZDNA. Okay, now if you are just considering the width of the DNA, it will be widest in case of the ADNA, because diameter എന്ന് പറയുന്നത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വിഡ്ത്തും കൂടുമല്ലോ. Okay, and it will have intermediate width in case of the BDNA, and it is narrowest in case of the ZDNA. അപ്പം ഇതാണ് ടാബുലർ കമ്പാരിസൺ ഓഫ് ഡിഫറെന്റ് ഫോംസ് ഓഫ് DNA എന്ന് പറയുന്നത്. അപ്പം ABZ DNA കമ്പാരിറ്റീവ് അക്കൗണ്ട് ആണ് ഈ പറയുന്നത്. ഈ ടേബിൾ വരച്ച് നിങ്ങൾ ഈ വാല്യൂ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ഫുൾ മാർക്ക്. ഓക്കെ, നൗ കുറച്ചു കാര്യങ്ങളും കൂടെ ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. നമ്മൾ ZDNA കാണാൻ വേണ്ടിയിട്ട് വളരെ റെയർ ആയിട്ട് മാത്രമേ ZDNA നമ്മൾ കാണുള്ളൂ. ഓക്കെ, സോ ZDNA വിൽ ബി വെരി റെയർ ഇൻ നേച്ചർ. ZDNA എന്ന് പറയുന്നത് അത് റെയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് അപ്പിയറൻസ് ഡ്യൂറിങ് ജീൻ റെഗുലേഷൻ, അതുപോലെ തന്നെ റീകോമ്പിനേഷൻ. ഈ ഇവന്റുകളിലാണ് ഇത് അപ്പിയർ ചെയ്യുക മെയിനായിട്ട്. ഓക്കെ, ZDNA എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന DNA-യുടെ മൈനർ മേജർ ഗ്രൂവ്സ് ഉണ്ട് അല്ലെ. മൈനർ ഗ്രൂവ് ആൻഡ് മേജർ ഗ്രൂവ്. മൈനർ ഗ്രൂവ്, മേജർ ഗ്രൂവ്. മൈനർ ഗ്രൂവ്, മേജർ ഗ്രൂവ് എന്ന് പറയുന്നത് യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ഹിയർ. അപ്പം ഇതാണ് മേജർ ഗ്രൂവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ സെഗ്മെന്റ് ഞാൻ മേജർ ഗ്രൂവ് എന്ന് പറയാം. ഈ സെഗ്മെന്റ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കാണുന്ന സ്മോളർ റീജിയൻ ഉണ്ട്, ഇതിനെയാണ് മൈനർ ഗ്രൂവ് എന്ന് പറയാം. ഓക്കെ, സോ മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും എന്ന് പറയുന്നത് ഈ സെഗ്മെന്റ്സ് ആണ്. അപ്പം ഈ മേജർ ഗ്രൂവും മൈനർ ഗ്രൂവും ഈ പറയുന്ന BDNA, ADNA, ZDNA എന്ന് പറയുന്നതിൽ കമ്പാരിറ്റീവ്ലി വി ക്യാൻ ജസ്റ്റ് ഡിഫറൻഷിയേറ്റ്. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് നോക്കാം നമുക്ക്. സോ ഇഫ് യു ആർ ജസ്റ്റ് കൺസിഡറിങ് ദി ADNA, then BDNA, then ZDNA, not C, ZDNA. ഓക്കെ, അപ്പം ADNA, BDNA, ZDNA നമുക്ക് മൈനർ മേജർ ഗ്രൂവ്സുകൾ വെച്ചിട്ട് കമ്പയർ ചെയ്യാനും കൂടെ പറ്റും. അപ്പം അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് ഞാനിവിടെ പറയാണ്. നേരത്തെ പറഞ്ഞ നമ്മൾ ടേബിളിൽ കണ്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ZDNA-ന്റെ കാര്യം പറഞ്ഞു. ഇറ്റ് ഈസ് വെരി റെയർ ഇൻ അപ്പിയറൻസ്, ജീൻ റെഗുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റീകോമ്പിനേഷൻ സമയത്തുമാണ് ഇത് കാണുക, സിഗ്സാഗ് അപ്പിയറൻസ് ഉണ്ട്. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൗ നമ്മൾ മൈനർ മേജർ ഗ്രൂവ്സ് വെച്ചിട്ട് ഈ മൂന്നും കൂടെ ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാണ്. അതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുക. ഇപ്പം ADNA-യുടെ ഒരു മേജർ ഗ്രൂവ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നാരോ, നേരിയതായിരിക്കും. അതേസമയം തന്നെ ആഴം എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ളതായിരിക്കും. ഓക്കെ, അതേസമയം BDNA-യുടെ മേജർ എന്ന് പറഞ്ഞാൽ വളരെ വൈഡ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഇന്റർമീഡിയറ്റ്.
അതേസമയം ZDNA കേസിൽ ദിസ് പെർട്ടിക്കുലർ തിങ് ഈസ് ഫ്ലാറ്റൻഡ് ഓൺ ദി ഹെലിക്സ്. അതാണ് ZDNA പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം മേജർ ഗ്രൂവ്സ് ABZ കമ്പയർ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ലൈക്ക് ദിസ്. മേജർ ഗ്രൂവ്സ് എന്ന് പറയുന്നത് നാരോ ആയിട്ടുള്ള ഒരു മേജർ ഗ്രൂവ് ആണ് ADNA കാണുക. അതിന്റെ ആഴം വളരെ കൂടുതലായിരിക്കും. വെരി ഡീപ്പ് ആയിട്ടുള്ള മേജർ ഗ്രൂവ് ആണ് ഉണ്ടാവുക. ഇനി BDNA എടുക്കുകയാണെങ്കിൽ, നമ്മൾ നോർമലി കാണുന്ന DNA എടുക്കുകയാണെങ്കിൽ ദറ്റ് വിൽ ബി വൈഡ് major groove and it will have intermediate depth, and if you are just considering the ZDNA, the major groove will be flattened and that will be flattened on the helix. എന്ന് വെച്ചാൽ ആ ഹെലിക്കലിന്റെ കൂടെ അങ്ങോട്ട് പോവാണ് ചെയ്യുക. അതാണ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് യു കനോട്ട് ഫൈൻഡ് ദ ഡീപ്നെസ് ഓർ ദ ഹയർ ഡെപ്ത് ഓഫ് ദി മേജർ ഗ്രൂവ്. ഓക്കെ, നൗ വി ക്യാൻ ജസ്റ്റ് സീ ദി മൈനർ ഗ്രൂവ് എയുടെ കേസിൽ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ബ്രോഡ്. ഇവിടെ നാരോ പറഞ്ഞു, മേജർ, പക്ഷെ ഇവിടെ മൈനർ ആണെന്ത് വെരി ബ്രോഡ് ആയിട്ടാണ് ഉണ്ടാവുക. അതേസമയം ഇതിന്റെ ആഴം എടുക്കുകയാണെങ്കിലോ ഷാലോ ആയിരിക്കും, ആഴം അധികം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഡീപ്പ് അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇറ്റ് വിൽ ബി ഹാവിങ് എ ഷാലോ ടൈപ്പ്. നൗ BDNA എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നാരോ. ഇതിന്റെ നോർമലി പറയുന്നത് പോലെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിരിക്കും. ഓക്കെ, ഇന്റർമീഡിയറ്റ് ക്ലിയർ ആണല്ലോ. BDNA കേസ് എടുക്കുകയാണെങ്കിൽ നാരോ ആണ്, ഇന്റർമീഡിയറ്റ് ആണ്. ZDNA എടുക്കുകയാണെങ്കിലോ ഇറ്റ് വിൽ ബി എക്സ്ട്രീംലി നാരോ. എക്സ്ട്രീംലി നാരോ ആയിരിക്കും ZDNA കേസ് എന്ന് പറയുന്നത്. എക്സ്ട്രീംലി നാരോ ആയിരിക്കും. ആൻഡ് ഡീപ്പ് എന്ന് പറയുന്നത്, ഡെപ്ത് എന്ന് പറയുന്നത് വെരി ഡീപ്പ് ആയിരിക്കും മൈനർ ഗ്രൂപ്പ്. ഓക്കെ, സോ ഈ ഒരു കമ്പാരിസണും കൂടെ നമ്മൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡിഫറെന്റ് ഫോംസ് ഓഫ് DNA, ഒരു കമ്പാരിറ്റീവ് അക്കൗണ്ട് എന്ന് പറയുന്നത്. യു ക്യാൻ ഗെറ്റ് ദ ക്വസ്റ്റ്യൻ ഫോർ 3 മാർക്ക് ആസ് വെൽ ആസ് ഫോർ ദി 5 മാർക്ക്. ഞാൻ പറഞ്ഞു 3 മാർക്ക് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വിത്ത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓവർ. 5 മാർക്ക് ആണെങ്കിൽ യു ഹാവ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ BDNA ഇൻ ഡീറ്റെയിൽ. BDNA കാര്യമായിട്ടൊന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് അതിലെ കമ്പോണൻസ്, എങ്ങനെയാണ് അത് ജോയിൻ ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള നമ്മൾ നോർമലി പറയുന്ന വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ ഓഫ് DNA പറയാം. അതിനുശേഷം നമ്മൾ ഈ കമ്പാരിറ്റീവ് അക്കൗണ്ട് ചേർക്കുക. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് 5 മാർക്ക്, then 3 മാർക്ക് ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ആസ് സച്ച്. ഓക്കെ, നമ്മൾ എന്താണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് അത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഫോർ ദ essay ക്വസ്റ്റ്യൻ യു ക്യാൻ റൈറ്റ് ദ സെയിം വേ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആസ്ഡ്. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ എഴുതി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ഫുൾ മാർക്ക്. സോ ഇത്രയേ ഉള്ളൂ ഡിഫറെന്റ് ഫോംസ് ഓഫ് DNA എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നും കൂടെ കേട്ട് നോക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു പേപ്പറിലേക്ക് എഴുതി നോക്കുക. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് DNA എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ പഠിക്കുമ്പോൾ 5 മാർക്കിന് തന്നെ പഠിക്കുക. പിന്നെ മാർക്ക് ഏതിനാണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ മോഡിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നന്നായിട്ട് പഠിക്കുക. ബൈ ബൈ, സീ യു.